എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 4 മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ചായക്കടിയിലൊക്കെ കിട്ടുന്ന ഉണ്ടംപരി അല്ലെങ്കിൽ കായുണ്ട നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുകയെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കായുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടി വേണം. പിന്നെ വേണ്ടത് പഴം, 3 ചെറുപഴം എടുക്കാം. പൂവമ്പഴമോ മൈസൂർ പഴം ഏതായാലും കുഴപ്പമില്ല, ചെറുപഴം എടുക്കാം. പിന്നെ ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 200 ഗ്രാം ശർക്കരയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പാനീയമാക്കി എടുത്തതാണ്. ശർക്കര പാനി എടുത്തിട്ടുണ്ട്. ശർക്കര നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതൊരു മിക്സിയുടെ ജാറിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം. പഴവും ശർക്കരപ്പാനിയും കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ശർക്കരപ്പാനിയിൽ ഒരുപാട് വെള്ളം കൂടിപ്പോകാതെ നോക്കണം. നിങ്ങൾ പാനിയാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും പഴവും കൂടി ചേർത്ത് അടിക്കുമ്പോൾ എന്തായാലും വെള്ളം ഉണ്ടാവും. ഇതിൽ ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നന്നായി നമുക്കിത് അരച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി, ഞാൻ ഏലക്ക ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഏലക്കപ്പൊടി. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ഒരു മധുരത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഒരു 1/4 സ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് നന്നായി കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈറ്റും ആയിപ്പോണ്ട്, ഒരുപാട് ലൂസും ആയിപ്പോണ്ട്, അങ്ങനെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായി ഞാൻ ശർക്കരപ്പാനി വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല, പിന്നെ ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. ആ ഒരു പരുവത്തിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നിങ്ങൾ ശർക്കര പാനിയാക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി അളവ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പൊടിയിട്ടിട്ട് അതൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഒരു 2 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴായിരിക്കും അതൊന്ന് പൊന്തി വരും. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്കിതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാവൊന്ന് ആക്കി വെച്ചിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാവ്
നന്നായി ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ വെക്കാം. 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ അത് റെഡി ആയിട്ട് വരും. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കൈ ഒന്നിങ്ങനെ പച്ചവെള്ളത്തിൽ മുക്കുക. നമ്മളിതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറുതല്ല, കുറച്ചൊരു മീഡിയം സൈസ് അങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. നമുക്കൊരു ഷേപ്പിൽ കിട്ടും. കൈയൊന്ന് നനക്കുന്നത് നമ്മൾ കൈയൊന്ന് പറ്റിപ്പിടിക്കാണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ മാവ് കൈമേൽ പറ്റിപ്പിടിക്കുക. അതുകൊണ്ടാണ് ഒന്ന് നനച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് എണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പം നമ്മൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ട് ഇതൊന്ന് പതുക്കെ തിരിച്ചിട്ട് നോക്കാം. മറ്റേ സൈഡും കൂടി ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. 2 സൈഡും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ എപ്പോഴും മീഡിയം തീയിലിട്ടിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉള്ളി ശരിക്കും വെന്ത് കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്ന് പതിയെ തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി ഒന്ന് റെഡിയായാലും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റും. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം.
അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കായുണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എല്ലാം റെഡിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഉള്ളിൽ നല്ല സ്പോഞ്ചാണ്. നല്ല ഇതിങ്ങനെ നമുക്ക് തൊടുമ്പം തന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.